നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താനൊക്കെ ഒരാണാണോടോ? മഞ്ജുവിനെ കൊല്ലാൻ ഇത്ര അവസരങ്ങളാ തനിക്ക് കിട്ടിയത്. അതൊക്കെ കളഞ്ഞു കുളിച്ചിട്ടും നെഞ്ചു വിരിച്ചുള്ള തന്റെ നിപ്പ് കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിലേ ഈ മൂക്കിന് താഴെയുള്ള രോമം വടിച്ചു കളഞ്ഞിട്ട് വല്ല സാരി കൊടുത്ത് നടക്കണോ? വെറുതെ ഇവനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവന്റെ കൂടെ 2 ആളുകളെയും കൂടി ചേർത്ത് വിട്ടിട്ട് പോലും അവളെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ അവളൊരു നിസ്സാരക്കാരി അല്ലെന്ന് മനസ്സിലായല്ലോ. എന്നിട്ടും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവനെ നീ മഞ്ജുവിനെ കൊല്ലാൻ പറഞ്ഞു വെച്ചു. ഇത്രയൊക്കെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യം എന്താ? അവളൊരു പെണ്ണല്ലേ? അവള് വെറും ഒരു പെണ്ണ് മാത്രമല്ല, ഒരു പോലീസുകാരി കൂടിയാ. കഴിഞ്ഞ തവണ അവളെ നിസ്സാരമായിട്ട് കണ്ടതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അന്ന് അവള് രക്ഷപ്പെട്ട ശേഷം വീണ്ടും കുറെ കൂടി ആളുകളെ ഇവന്റെ കൂടെ വിട്ട് അവളെ തീർക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്നാണോ നീ കരുതിയത്? ഇപ്പോ ഗിരി അവിടെ ഉണ്ട്. അവൻ ഉള്ളോടത്തോളം കാലം മഞ്ജുവിനെ തൊടാൻ ശ്രമിക്കുന്നത് പോലും അബദ്ധമാണ്. നിന്നെ അവള് തിരിച്ചറിഞ്ഞോ? ഇല്ല, അതിനു മുന്നേ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ വയ്ക്കൂ, ഇവള് പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട. എനിക്ക് ദേഷ്യം എന്നോട് തന്നെയാണ് സാർ. ഒരു പെണ്ണ് 3 തവണയാണ് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഇതിനേക്കാൾ വലിയ അപമാനം എനിക്ക് ഉണ്ടാകാനില്ല. സാർ എന്നെ ഈ ജോലി ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും അവളെ ഞാൻ തീർത്തിരിക്കും. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ഇപ്പൊ കാണിച്ച പോലെ എന്തെങ്കിലും എടുത്തിയാടി നീ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും എന്നെ വിളിച്ച് വിവരം അറിയിക്കണം. ശരി സാർ. ഭീമൻ വെറും ഒരു ഗുണ്ട മാത്രമല്ല, അയാളെ കൊണ്ട് എനിക്ക് കച്ചവടത്തിൽ പല ആവശ്യങ്ങളും ഉണ്ട്. നിന്റെ ഇമാതിരി തോന്നിവാസങ്ങൾക്കൊന്നും അവനെ ഇനി ഉപയോഗിക്കരുത്. അതെന്റെ കച്ചവടത്തെ ബാധിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അവനുമായിട്ട് നീ നടത്തുന്നതേ മയക്കുമരുന്ന് കച്ചവടം ആയിരിക്കും. ഭീമൻ ജയിലിൽ പോയത് മയക്കുമരുന്ന് കേസിലാണല്ലോ. നിന്നെ മഞ്ജു ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അച്ഛൻ വൈകാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങും. അപ്പോ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതേ മോശമായിരിക്കും. അതൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. പിടിക്കപ്പെട്ടാലല്ലേ? അച്ഛൻ നീ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് അറിഞ്ഞാലേ ഒരുപാട് ദുഃഖിക്കും. ഡാഡി അതങ്ങ് സഹിച്ചോളൂ. ഐ മിസ് യു ബേബി. ഈ പ്രായത്തിൽ പുറത്തൊന്നും കറങ്ങി നടക്കാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന എങ്ങനെ ശരിയാവുക? മോള് പുറത്തിറങ്ങണം. ഈ ലോകം മുഴുവൻ കറങ്ങിക്കാണണം. അതിനെ പറ്റിയൊരു പ്രായമല്ലേ ഇത്? എന്താ ഇന്ന് കോളേജിൽ പോവാത്തത്? നാളെ പരീക്ഷ ഉണ്ട്. അതിന് പഠിക്കാൻ ലീവ് എടുത്തതാ. ഓ, പരീക്ഷയാണോ? നന്നായി പഠിച്ചോ? പഠിച്ചു. പാസ്സാവോ? ആവും. ആ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം.
ഉള്ളത് പറയാലോ, നിന്നൊരു നോക്ക് കാണാൻ പോലും പറ്റാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. നിനക്ക് ഞാൻ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിരുന്നു, കിട്ടിയോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ചുമ്മാ ഒരു രസമല്ലേ ഇതൊക്കെ? ഞാൻ അയച്ച ഫോട്ടോസൊക്കെ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ അല്ലേ? ഫ്രെയിം ചെയ്ത് ചുമരി തൂക്കാനോ ആൽബത്തിൽ സൂക്ഷിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. കീറിയോ കത്തിച്ചോ അങ്ങനെ കളഞ്ഞു കാണുമല്ലേ? ഛേ, എന്റെ കലാസൃഷ്ടി നീ നശിപ്പിച്ചല്ലോ. സാരല്ല, അതിന്റെ കോപ്പീസ് ഇഷ്ടം പോലെ കിട്ടും. ആ പിന്നെ മോളെ, ഇനി മുതൽ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കരുത്. എനിക്ക് ദേഷ്യം വരും. അങ്ങനെ എനിക്ക് ദേഷ്യം വന്ന ഞാൻ മോൾക്ക് ഇപ്പോൾ അയച്ച ഫോട്ടോസിന്റെ വേറൊരു കോപ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മഞ്ജുവിന്റെ പേരിൽ അയച്ചു കൊടുക്കും. അതൊന്നും വേണ്ട. ഞാൻ നാളെ കോളേജിലേക്ക് വരും. അതെന്താ കോളേജിലേക്ക് മാത്രമേ പോവുള്ളൂ? ഞാൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരാം. ആ അത് മതി. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഇവൾക്ക് കോളേജിലൊരു പ്രേമുണ്ടെന്ന് തോന്നുന്നു. ഇവളെ കാണാതായപ്പോ വിളിച്ച് വരാൻ നിർബന്ധിച്ചതായിരിക്കും. ഇവൾ ഈ കാര്യത്തില് ഒരു മാന്യാണെന്നാ ഞാൻ വിചാരിച്ച. ഈ പ്രായത്തിൽ ഇവള് കോളേജിലെ ആമ്പിള്ളേരെ വളയ്ക്കാൻ തുടങ്ങിയെങ്കിൽ ഇവള് മിടിക്കുക. പഠിച്ചിറങ്ങുമ്പോ ഒരു ഡോക്ടറും കയ്യിലിരിക്കും. ഇതെനിക്കറിയാന്ന് അവളൊന്ന് അറിയിച്ച എന്നോടുള്ള സമീപനത്തിന് ചെറിയൊരു അയവുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയില് ഈ വീട്ടിൽ ഇവളെയോ മഞ്ജുവിനെയോ വെറുപ്പിച്ചു കഴിയാൻ പറ്റില്ല. മഞ്ജുവിനെ കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. പോലീസല്ലേ. മഹിമയൊന്ന് നാളെ ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ പിക്കാൻ വന്നേനെ. സാരമില്ല, എന്നെ ഇവിടം വരെ ബിജുകുട്ടൻ ചേട്ടനാ കൊണ്ടാക്കിയത്. ആ നീ സെക്യൂരിറ്റി പണിക്ക് പോകുമ്പോഴെങ്കിലും നേരത്തെ വീട്ടിലേക്ക് വരുമെന്നാ ഞാൻ കരുതിയത്. അങ്ങനെയുള്ള ഭാഗ്യമൊന്നും പോലീസുകാർക്കില്ല. എന്റെ ഭാര്യയെ മനസ്സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും ഈ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. അതിന് ഡിപ്പാർട്ട്മെന്റ് പ്രേമിക്കുന്നതിന് എതിരൊന്നും അല്ലല്ലോ. എന്നാലും നീ ഇങ്ങനെ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ പ്രേമിക്കാനുള്ള മൂടൊക്കെ ഉണ്ടാവോ? എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാനല്ലേ തോന്നുക? സ്റ്റേഷനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഊർജം തരുന്നത് വൈകിട്ട് വീട്ടിലെത്തുമ്പോ ഈ ചിരി കാണാന്നുള്ള ചിന്തയാ. അതുകൊണ്ട് എത്ര ക്ഷീണിച്ചു വന്നാലും ഈ സ്നേഹം വേണ്ടാന്ന് ഞാൻ പറയില്ല. എന്താ ഇത്? കാണിച്ചേ. ഈ ഒന്നുമില്ല, ചെറുതായിട്ട് തൊലി പോയ അത്ര. വെറുതെ എങ്ങനെ തൊലി പോവോ? നീ കാര്യം പറഞ്ഞു. ശാലിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് പിന്നെ